മാള് കഴിച്ചോ. താങ്ക് യു ഗംഗേ. അമ്മാ. നല്ല നീർന്നുണ്ടമ്മേ. പതുക്കെ പതുക്കെ അമ്മേ. തിളച്ച എണ്ണയിൽ കൈമുക്കി നെയ്യപ്പ് എടുക്കാൻ മാത്രം മണ്ടനല്ല നീ എന്ന് എനിക്കറിയാം. സത്യം പറ രാഹുലെ, എന്താ സംഭവിച്ചത്? അതമ്മേ, ഞാൻ അടുക്കളയിൽ നിന്ന് ഗംഗ നെയ്യപ്പം ചുടുന്നത് കണ്ടപ്പോ ഞാൻ അവിടേക്ക് ചെന്നു. ഒരു നെയ്യപ്പം എടുക്കാൻ തുടങ്ങിയപ്പോ അറിയാതെ ഗംഗയുടെ ദേഹത്തൊന്ന് മുട്ടി. അതിന്റെ ദേഷ്യത്തിന് അവള് എന്റെ കൈ പിടിച്ച് തിളച്ചെണ്ണയിൽ മുക്കി. അപ്പൊ നിനക്ക് അവളുടെ മുഖം പിടിച്ച് എണ്ണയിൽ മുക്കിക്കൂടായിരുന്നോ? അമ്മേ, ഞാൻ ഗംഗയെ എന്തെങ്കിലും ചെയ്താ എല്ലാവരും അവളുടെ ഭാഗത്തേ നിൽക്കൂ. ഞാൻ ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ അവള് ഡിഫെൻഡ് ചെയ്താണെന്നേ പറയൂ. അല്ലെങ്കിൽ ഇക്കാലത്ത് എല്ലാവരും പെണ്ണുങ്ങൾ പറയുന്നതല്ലേ കേൾക്കൂ. നിയമം അവർക്ക് അനുകൂലമാണ്. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ നമ്മള് പ്രശ്നം വലുതാക്കുന്നത്? ഞാൻ മിണ്ടാതിരുന്നാ പോരെ? നീ ഈ പൊള്ളല് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് മരുന്ന് വെക്കണം. ഈ മരുന്ന് താൽക്കാലിക ആശ്വാസമേ നൽകൂ. പോവാമേ. രാഹുൽ, ആ ഗംഗയെ ഇനി ഈ വീട്ടിൽ വെച്ച് വാഴിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് ഓടിക്കണം. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ ഉടനെ ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞാ മതി. ഞാൻ എന്തിനും തയ്യാറാ. ഇത് ഞാൻ നോക്കിക്കോളാം, നീ ഇതിലിടപെടണ്ട. നീ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും ആളുകൾ ആണുങ്ങളെ കുറ്റം പറയൂ. സ്ത്രീകളെ കുറ്റവാളികളെ കാണാൻ ജനങ്ങൾക്ക് മടിയാണ്. അതുകൊണ്ടാ 5-6 പേരെ സൈനൈഡ് കൊടുത്തു കൊന്നാലും കഷായത്തിൽ വിഷം ചേർത്താലും കണ്ടുപിടിക്കാനും വിശ്വസിക്കാനും എല്ലാവരും 2 വട്ടം ആലോചിക്കുന്നത്. ഗംഗയ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം.